ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു 60 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. 51,600 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു മാർക്കറ്റിൽ എനിക്ക് താഴത്തോട്ടാണ് മൊമെൻറ്റം തോന്നുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ പ്രോപ്പർ സെറ്റപ്പിലാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. പക്ഷേ ഇത്രയും പ്ലസ് ആയിരിക്കുന്ന ഒരു മാർക്കറ്റ് എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത് മേളിലേക്ക് തന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയെന്നാണ് തോന്നുന്നത്. സോ ചെറിയൊരു ഡിപ്പ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ മേളിലേക്ക് പോയേക്കാം. എനിവേസ് നമുക്കതറിയത്തില്ല. ഏതായാലും നമ്മൾ സെറ്റപ്പിൻ്റെ മേളിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ട്രേഡ് നമുക്ക് നമ്മുടെ എൻട്രിയും എക്സിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഓക്കെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നമ്മുടെ എൻട്രിയും എക്സിറ്റും കൂടെ ഒന്ന് ആദ്യം ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, 1000+. ഇനിയിപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം പെട്ടെന്നൊരു മൊമെൻറ്റമാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത്. സോ ഒരു ക്വിക്കായിട്ട് അതിനെ ബുക്കും കൂടെ ചെയ്യണം. എനിവേസ് അതാ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളിവിടുന്ന് സാധാ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു പോയിൻ്റ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, അത്യാവശ്യം മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കേ നമ്മുടെ കയ്യിൽ നിന്ന് ട്രേഡ് മിസ് ഔട്ടായി പോകണ്ട. നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ ഒന്ന് പറയാം. 1568 റൈറ്റ്, ലിമിറ്റ് ഓർഡർ 1568. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. അതാ നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ഹൊറിസോണ്ടൽ ലൈനാണ്. ആ ഒരു ലൈനിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത് ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ പ്രീമിയം വൈസ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട കാര്യമില്ലയെന്ന് തോന്നുന്നു. ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ഇനി അവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഒരു 25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യുന്നത്. ടാർഗറ്റ് വന്ന ഒരു 50 പോയിൻറ്റ്സ്. റൈറ്റ്, ടാർഗറ്റ് ഹിറ്റായില്ല. എക്സാക്ട്ലി ഫൈൻ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. ട്രേഡ് സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയയും കൂടെ പറയാൻ വന്നപ്പോഴത്തേക്കും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിൾ റീസണിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് മാർക്കറ്റിൽ ഒരു പാറ്റേൺ ഫോമായി, ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോമായി. ഈ ഒരു ഡബിൾ ടോപ്പ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ഈ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ റീടെസ്റ്റിന് വേണ്ടി നിന്നില്ല. ആ ബ്രേക്ക് ഔട്ട് സംഭവിച്ച ഉടനെ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ താഴത്തേക്ക് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു ഏരിയ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും, സ്പോട്ട് വൈസ് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും മാത്രമാണ് നമ്മൾ വെച്ചത്. ഇന്നിപ്പോൾ ഓവറോൾ ഒരു 2900 ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിങ് ലോജിക്കും. ഓർഡർ ബുക്കും കൂടെ ഒന്ന് കാണിച്ചേക്കാം. റൈറ്റ്, പെട്ടെന്ന് തന്നെ 10/7 നമ്മളെടുത്തു, 10/17 നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിങ് ലോജിക്കും. താങ്ക്